മർച്ചന്റ് നേവി എന്ന് പറയുന്നത് ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ജോബാണ്. ഒരുപാട് പേര് ഈ ഫീൽഡിലേക്ക് അട്രാക്ട് ആവുന്നത് ഈ ഒരു മർച്ചന്റ് നേവി യൂണിഫോം കണ്ടിട്ടാണ്. ഈ ഒരു യൂണിഫോം ഒക്കെ ഇട്ട് നടക്കാലോ, ചെത്തി നടക്കാലോ എന്നുള്ള വിചാരത്തിലേക്കാണ് കുറെ ആൾക്കാർ ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. സത്യം പറഞ്ഞാൽ മർച്ചന്റ് നേവി എന്ന് പറയുന്നത് ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഫീൽഡേ അല്ല. ഇതൊരു വൈറ്റ് കോളർ ജോബേ അല്ല. ഈ ഒരു യൂണിഫോം ഒക്കെ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻസ് ഡേയ്ക്കും അതുപോലെ റിപ്പബ്ലിക് ഡേയ്ക്കും ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ നേരത്താണ് നമ്മൾ ഈ യൂണിഫോം ഒക്കെ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ സമയത്തും ഡെക്ക് ഓഫീസേഴ്സും എഞ്ചിൻ ഓഫീസേഴ്സും ഡെക്കിലൊക്കെ പോകുമ്പോഴും എഞ്ചിനീയേഴ്സ് ഫുൾ ടൈം ഈ ഒരു ബോയിലർ സൂട്ടിലാണ് നിൽക്കുന്നത്. ഷിപ്പിൽ സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ യൂണിഫോം ഇട്ടിട്ട് ഡെക്കിൽ എന്തെങ്കിലും വർക്കിന് പോകാനോ അല്ലെങ്കിൽ സ്റ്റേഷൻ, അതായത് മൂറിങ് ഓപ്പറേഷൻ, ഷിപ്പ് കറക്റ്റ് കെട്ടിയിരുന്ന ഓപ്പറേഷന് പോകാനോ ഒന്നും നമുക്ക് ഈ യൂണിഫോം ഇട്ട് സാധിക്കില്ല. നമുക്ക് ആ സമയത്ത് വേണ്ടത് ഈ ഒരു ഫുൾ സ്ലീവ് ആയിട്ടുള്ള ബോയിലർ സ്യൂട്ടും അതുപോലെ തന്നെ നമുക്ക് ഹെൽമെറ്റ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് വേണ്ടത്. ഇത് തീർച്ചയായിട്ടും ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ജോബേ അല്ല. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഷോ ഓഫ് ഒക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ സത്യം പറഞ്ഞാൽ ഇടുന്ന ഫോട്ടോസാണ് ഇതെല്ലാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കപ്പലിൽ യൂണിഫോം ഇടാം. കപ്പലിൽ ആകെ യൂണിഫോം ഇടുന്നത് എഞ്ചിൻ കേഡറ്റും ഡെക്ക് കേഡറ്റുമാണ് സ്ഥിരമായിട്ട് യൂണിഫോം ഇടുന്നത്. അത് അവർക്കൊരു ബാധ്യതയാണ്. കാരണം അവരെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഒരു യൂണിഫോം ഇടിയിപ്പിക്കുന്നതാണ്. ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ യൂണിഫോം ഇട്ടിട്ട് മെസ് റൂമിൽ ഫുഡ് കഴിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരു ബാധ്യതയായിട്ട് ഇടിയിപ്പിക്കുന്നതാണ്. അല്ലാണ്ട് അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് ഇടുന്നതല്ല. കപ്പലിൽ വന്നു കഴിയുമ്പോൾ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് യൂണിഫോം വിത്ത് സ്ട്രൈപ്സ് ഒക്കെ വളരെ റെയർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പൈലറ്റൊക്കെ വരാനടുത്ത് പോർട്ടിലേക്ക് വരാനടുത്ത് ചില ക്യാപ്റ്റൻസ് പറയുന്നതുകൊണ്ട് ചീഫ് ഓഫീസറും സെക്കൻഡ് ഓഫീസറും തേർഡ് ഓഫീസറും ക്യാപ്റ്റനും ഒക്കെ ആ ഒരു യൂണിഫോം ഇടാറുണ്ട്. അല്ലാത്ത പക്ഷം ഈ യൂണിഫോം ഭയങ്കരമായൊരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഈ യൂണിഫോം ഏൺ ചെയ്യുന്നതാണ്, അതിന് വാല്യൂ ഇല്ലെന്നല്ല പറയുന്നത്. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ഈ ഒരു ഫീൽഡിൽ എത്തിപ്പെട്ട് അതിനുശേഷം ഒരുപാട് എക്സാംസ് എഴുതി പാസ്സായി നമുക്ക് കിട്ടുന്ന സ്ട്രൈപ്സ് ആണ് നമ്മൾ ഈ തോളത്തുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഏൺ ചെയ്യുന്നതാണ്. പക്ഷെ ഈ ഒരു യൂണിഫോം ഇട്ട് നമുക്ക് ചെത്തി നടക്കാം എന്നൊന്നും വിചാരിക്കരുത്. എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഫുൾ ടൈം ഓയിലിൽ കുടിച്ചുള്ള പണിയായിരിക്കും. ഡെക്കിലാണെങ്കിൽ മൂറിങ് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഈ സംഭവങ്ങളൊന്നും ഇടാൻ സാധിക്കില്ല. അപ്പോൾ വളരെ കുറച്ച് സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഈ യൂണിഫോം ഒന്ന് ഇട്ട് ഫോട്ടോ എടുത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് എടുക്കാം. ഇത് തീർച്ചയായിട്ടും ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള മേഖലയല്ല. വളരെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു മേഖലയാണ് മർച്ചന്റ് നേവി എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഇതൊന്നും പ്രശ്നമല്ലാത്ത ആൾക്കാർക്ക് ഈ ഫീൽഡ് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാനും ഒരു പ്രഷറായിട്ടുള്ള എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാനും ഒക്കെ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും മർച്ചന്റ് നേവിയിലേക്ക് കടന്നു പോരെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ സ്പോൺഷിപ്പ് എടുത്ത് മാത്രം പഠിക്കുക, ജോലി കിട്ടുക.